അവസ്ഥാംത്ത് പൂജിതേ രാമ വ്യക്തിംന പൂജിതേ. ഇത് നമ്മുടെ ഭരദ്വാജ മുനി പണ്ട് ശ്രീരാമനോട് പറഞ്ഞതാണ്. അയോധ്യയിൽ നിന്ന് വനവാസത്തിൽ നിന്ന് പോകുന്ന വഴി ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും മാർഗമധ്യയുള്ള ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തി മുഖം കാണിച്ചു. വിശന്ന് വലഞ്ഞിരുന്ന രാമനും സംഘത്തിനും അത്ര വലിയ സ്വീകരണമൊന്നും അവിടെ ലഭിച്ചില്ല. ആശ്രമത്തിൽ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് പഴങ്ങളും വെറും പച്ചവെള്ളവുമാണ് അവർക്ക് മുനി കൊടുത്തത്. ഏതായാലും വിശന്ന് വലഞ്ഞൊരു പരുവമായിരുന്നതിനാൽ കിട്ടിയത് എന്താണെന്ന് പോലും നോക്കാതെ അവർ അത് മുഴുവനും കഴിച്ചു. ഉറങ്ങാനെ കിട്ടിയതോ ആശ്രമത്തിനകത്തുള്ള മുറിയല്ല, പകരം പുറത്തുള്ള ഒരു വെറും പാറപ്പുറമായിരുന്നു. പിറ്റേന്ന് രാവിലെ വനത്തിലേക്ക് പോകാൻ നേരം മുനി പറഞ്ഞു, രാമ, അങ്ങ് വനവാസത്തിന് ശേഷം തിരികെ പോകുന്ന വഴിയും ഇവിടെ ഒന്ന് കയറിയിട്ട് വേണം പോകാൻ. ഈ പഴയ പഴങ്ങളും പച്ചവെള്ളവും ആണല്ലോ കിട്ടുന്നതെന്ന് ആലോചിച്ചപ്പോൾ രാമനൊന്ന് ഞെട്ടിയെങ്കിലും വന്നോളാം എന്നാണ് അദ്ദേഹം മുനിയോട് മറുപടി പറഞ്ഞത്. അങ്ങനെ 14 വർഷം നീണ്ട വനവാസം കഴിഞ്ഞു. അതിനിടെ രാവണൻ തട്ടിക്കൊണ്ടുപോയി സീതാദേവിയെ ലങ്കയിൽ പോയി രാമനും സംഘം രക്ഷിച്ചു. എല്ലാം കഴിഞ്ഞ് അയോധ്യയിലേക്ക് മടങ്ങവെയാണ് പണ്ട് ഭരദ്വാജ മുനിക്ക് കൊടുത്ത വാക്ക് ഓർത്തത്. അന്നത്തെ പഴങ്ങളും പച്ചവെള്ളമൊക്കെ ഓർത്ത് രാമൻ വീണ്ടും ഒന്ന് ഞെട്ടിയെങ്കിലും കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ഏതായാലും അവർ ആശ്രമത്തിലേക്ക് ചെന്നു. പക്ഷേ അവരെ ഞെട്ടിച്ചുകൊണ്ടൊരു റെഡ് കാർപ്പറ്റ് വെൽക്കമാണ് അവിടെ ഒരുക്കിയിരുന്നത്. ആശ്രമത്തിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ചുവന്ന പരവതാനി, അകത്ത് സ്വർണ്ണ തളികകളിൽ പാല്, വിശിഷ്ട വിഭവങ്ങൾ, പരിചരിക്കാൻ നിറയെ ആശ്രമവാസികൾ. എല്ലാം കണ്ട ശ്രീരാമൻ മുനിയോട് ചോദിച്ചു, അല്ല, വനവാസത്തിന് പോകുന്ന വഴി ഞങ്ങളിവിടെ കയറിയപ്പോൾ ഇതൊന്നും അല്ലായിരുന്നു അങ്ങ് നൽകിയത്. ഇത്തവണ എന്താണ് ഇങ്ങനൊരു വലിയ സ്വീകരണം? അപ്പോൾ മുനിയൊന്ന് ചിരിച്ചു. അന്ന് വനത്തിലേക്ക് പോകുന്ന വഴി അങ്ങ് ആരായിരുന്നു? കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട, അച്ഛനും അമ്മയ്ക്കും വേണ്ടാത്തൊരു വനവാസി. പക്ഷേ ഇന്നങ്ങ് അയോധ്യയുടെ രാജ്യഭരണം ഏറ്റെടുക്കാൻ പോകുന്ന യുവരാജാവ്. ആ ശ്രീരാമൻ വേറെ, ഈ ശ്രീരാമൻ വേറെ. പിന്നെ മുനി ഞാൻ നേരത്തെ പറഞ്ഞ വാചകം കൂട്ടിച്ചേർത്തു, അവസ്ഥാന്ത് പൂജിതേ രാമ വ്യക്തിംന പൂജിതേ. അതായത് ഒരു വ്യക്തിയെ ആരും പൂജിക്കുന്നില്ല എന്നർത്ഥം. അവൻ്റെ ആ അവസ്ഥയെയാണ് എല്ലാവരും പൂജിക്കുന്നത്. നമ്മുടെ മുനി പറഞ്ഞ എത്ര വലിയ സത്യമാണല്ലേ. ലോകത്തെങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും നമുക്കിത് കാണാം. പദവിയിലുള്ള ആർക്ക് കിട്ടുന്ന സ്നേഹം, ബഹുമാനം, അത് രാഷ്ട്രീയക്കാനായിക്കോട്ടെ, ഒരു സിനിമാ താരമായിക്കോട്ടെ, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ. പക്ഷേ അതിൽ നിന്ന് മാറുമ്പോൾ, റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന അവഗണന. സത്യത്തിൽ എന്നെ അല്ല ഈ പൊതുജനം ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. ഞാൻ വഹിക്കുന്ന ഈ സ്ഥാനത്തെയാണ്, പദവിയെയാണ്. ഈ സ്ഥാനം, പദവി ഇതൊക്കെ പോയാൽ പിന്നെ എന്നെ ആർക്കും വേണ്ട. സകല ബഹുമാനവും തീരും. എല്ലാ സ്ഥാനമാനങ്ങളും നമ്മൾ കുറച്ച് സമയത്തേക്ക് ധരിക്കുന്ന വെറും കുപ്പായം മാത്രമാണ്. എന്ന് വേണോ ഊരിയിടേണ്ട കുപ്പായം, എപ്പോൾ വേണോ ഉപേക്ഷിക്കേണ്ടത്. ഈ പരമമായ സത്യം മനസ്സിലാക്കുന്നവൻ മഹാൻ, അല്ലാത്തവൻ വെറും മണ്ടൻ.